ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. രാവിലെ തന്നെ ഫുഡിന് നല്ല അടിപൊളി ചെനക്കടലക്കറി മുളക് ദോശയാണ് കേട്ടോ. ഉമ്മാൻ്റെ ഈ ഒരു മുളക് ടേസ്റ്റ് ഞാൻ എപ്പം വെച്ചാലും എനിക്ക് ഒരിക്കലും കിട്ടില്ല കേട്ടോ. അതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റിലാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് ഈ സോസിൻ്റെ മൂടി തുറന്നു കൊടുക്കിയിട്ട് അത് തുറന്നിട്ട് വേണം എനിക്കത് പിടിച്ചിട്ട് കുടിക്കുവാൻ. അതിനിടയ്ക്ക് ഞാൻ മുറ്റത്ത് നോക്കുമ്പോൾ ഇതേ മൈന അല്ല കേട്ടാ, എൻ്റെ അനിയനാട്ടാ. തേങ്ങ ഒരിക്കലും പ്രയാണത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പറയുന്നത് ഇനി കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങണം, നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് സാമ്പാറിലാക്കാം. ഒന്നോ രണ്ടോ സാധനം ഒന്നുമല്ല കേട്ടാ, കുറച്ചധികം സാധനം തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ ഉമ്മാക്ക് എന്നെ കണ്ട ഒരുമാതിരി മടിയൊക്കെ തോന്നട്ടെ, ഈ പുറത്ത് പോയി സാധനം വാങ്ങുമല്ലോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, മോളിരിക്കുമ്പോൾ എന്തിനാ അമ്മ പോയിട്ട് സാധനം വാങ്ങുന്നത്. ഇതിനിടയ്ക്ക് കുട്ടാപ്പിനോട് ഞാൻ ടാറ്റ പറഞ്ഞ മുമ്പേ ഹെൽമെറ്റ് എടുത്ത് ഉമ്മാൻ്റെ കൈ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ, ഉമ്മ ബേക്ക് വന്നിരുന്നിട്ട് വേണം എനിക്ക് നടുവിലിരിക്കും. നമ്മളിവിടുത്തെ പൂച്ചകൾക്ക് നമ്മളെ വണ്ടി കാണുമ്പോൾ എന്തെല്ലാം ഒരു മാതലും കൃതലും കൂടുതൽ, അതുകൊണ്ടാട്ടാ മിക്സി കൊണ്ട് പിരിച്ചത്. അങ്ങനെ നമ്മൾ നേരെ വിട്ട് എടുത്തേക്ക് വില്ലാപ്പിലേക്ക്. നമ്മളെ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാട്ടാ, ഇടയ്ക്കിടയ്ക്ക് ഒരു മത്തങ്ങ പോലത്തെ കുഴികളാണ് കേട്ടോ. അതാണ് നമ്മൾ പ്രകൃതി രമണീയമായ വില്യാപ്പള്ളി ഗ്രാമം. ഇവിടെ ചൊവ്വാഴ്ചകളിലാട്ടെ ചന്ത. എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും മുരിങ്ങക്കായി വാങ്ങിക്കുന്നുണ്ട്, നിങ്ങൾ വല്ല പോലീസ് എസ്കോട്ടായിട്ട് പോകുന്നതായിട്ടുള്ളത്. കാരണം അതിന് നല്ല വില കൂടിയിട്ടുണ്ട്. നമ്മളെ വണ്ടീൻ്റെ അടിയിൽ ഈ ഒരു കുറച്ച് സാധനങ്ങൾ വെച്ചുകൊണ്ടിന് കൈന വെക്കാൻ ഒരു സ്ഥലവും ഇല്ല. അതുകൊണ്ട് നമ്മൾ കൈന മുന്നിൽ തൂക്കിയിട്ട് പച്ചക്കൈന നമ്മൾ നേരെ വിട്ട് കാർത്തികപ്പള്ളി റോഡിലേക്ക് നമുക്ക് സമൂസ വാങ്ങാനായിട്ട് കേട്ടോ. നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ എടുക്കാനായിട്ടാ. അത് കഴിഞ്ഞ് നേരെ മയ്യന്നെ ഒരു ചിക്കൻ വാങ്ങാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൂട്ടങ്ങാര കേന്ദ്രത്തിലോട്ടേക്ക് വിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് കേന്ദ്രമാണ്? അരവ് കേന്ദ്രത്തിലാട്ടോ, അരച്ച തേങ്ങ വാങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ പോയൊരു ഇതാട്ടോ അവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, എൻ്റെ ഐഡിയ ഞാൻ പ്രവർത്തിച്ച്. ഞാൻ അവിടെ മുന്നിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഓരോട് പറഞ്ഞ് ഞാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തേങ്ങ എടുത്ത് തരുമോ. അങ്ങനെ നമ്മൾ നേരെ പുറക്കെത്തിയേട്ടാ. നമുക്കൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. അപ്പം നമ്മൾ സാമ്പാറെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ സ്ഥലം വരെ പോയി വന്നതിന് ശേഷം ഏട്ടാ നമ്മൾ ചോറെല്ലാം കഴിക്കുന്നത് ഏകദേശം ഒരു 3 മണി കഴിക്കാനും. നല്ല പപ്പടം, മത്തൻ കളിശ്ശേരിയും ഉപ്പേരിയും അതുപോലെ തന്നെ നല്ല ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.